ഗൗരവമായ തെറ്റാണ്. നീതി വേണം, നീതി കിട്ടിയേ പറ്റൂ. കാരണം ഇനി ഒരിക്കലും ഒരാൾക്കും ഇതുപോലുള്ള ഒരു പ്രശ്നം ഇത് ആവർത്തിക്കാൻ പാടില്ലെന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിലുള്ള നടപടികൾ ഈ ഒരു ഉദ്യോഗസ്ഥനെതിരെ സ്വീകരിക്കണം. ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഒരു ഡോക്ടറാണ്, ആ ഡോക്ടർ പുറത്ത് കൺസൾട്ടിങ് നടത്തുകയാണ്. പിന്നെ എന്താണ് ഈ റിപ്പോർട്ടിൽ 2021 ശേഷം സർജറിക്ക് ഒരു പ്രശ്നമില്ല എന്ന രീതിയിലാണ് ഈ റിപ്പോർട്ടിൽ കൊടുത്തത്. ഇത് വെറും വ്യാജമാണ്. സാധാരണക്കാരന് ഏറ്റവും ആശ്വാസമാകേണ്ട ഇടമാണ് ജനറൽ ആശുപത്രികൾ. എന്നാൽ അവിടെ ഇന്ന് കാണാൻ കഴിയുന്നത് ഗുരുതരമായ ചികിത്സാ പിഴവുകളാണ്. കഴിഞ്ഞ ദിവസം നമ്മളെല്ലാം വാർത്തയിൽ കണ്ടതാണ്. ഒരു 29-കാരി സുമയ്യ തൈറോയ്ഡ് ഇഷ്യൂ കാരണം ജനറൽ ആശുപത്രിയിൽ സമീപിച്ചപ്പോൾ അവിടെ നിന്ന് ഓപ്പറേഷൻ നടത്തുകയും പിന്നീട് വയറിനുള്ളിൽ ഒരു വയർ പിടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ മൊഴി നൽകാൻ വേണ്ടി സുമയ്യയും എത്തിയിട്ടുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളിലാണ് നമ്മൾ കാണുന്നത്. ഡോക്ടറിനെതിരെ പരാതി ഇന്നലെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് മൊഴിയെടുക്കുന്നതിന് ഭാഗമായിട്ടാണ് ഇവിടെ വന്നത്. കൃത്യമായി മൊഴി കൊടുത്തു കഴിഞ്ഞു. അതായത് ഡോക്ടർ ഗുരുതരമായി തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞ ഒരു സ്ഥിതിക്ക് ഇത്രയും സമയമായി പോലീസോ അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ ആരോഗ്യവകുപ്പോ കൃത്യമായി നടപടി എടുക്കേണ്ടതുണ്ട്. പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെയാണ് ഇത് തെറ്റാണ് എന്നത്, ഈ ചെയ്ത ഡോക്ടർ തെറ്റാണെന്ന് അറിഞ്ഞിട്ട് പോലും ഈ പറഞ്ഞ രീതിയിൽ മെഡിക്കൽ കോളേജിലും ശ്രീചിത്രയിലടക്കമുള്ള സ്ഥലത്ത് ബോർഡ് മീറ്റിംഗ് കൂടെ ഈ ഡോക്ടറെ വെച്ച്, അതായത് ഈ തെറ്റ് ചെയ്ത ഡോക്ടറിനെ വെച്ച് തന്നെയാണ് ഇവർ ബോർഡ് മീറ്റിംഗ് വരെ കൂടുന്നത് എന്നത് ഇപ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് വലിയ ഗൗരവമായ തെറ്റാണ്. നീതി വേണം, നീതി കിട്ടിയേ പറ്റൂ. കാരണം ഇനി ഒരിക്കലും ഒരാൾക്കും ഇതുപോലുള്ള ഒരു പ്രശ്നം ഇത് ആവർത്തിക്കാൻ പാടില്ലെന്നതുകൊണ്ടാണ് ഈ അമ്മയും മകളും ഒരു ബന്ധു എന്ന നിലയ്ക്ക് എൻ്റെ 2 മാസം മുമ്പാണ് ഈ സംഗതി പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇത് സംസാരിക്കുമ്പോൾ അവരറിഞ്ഞത് ഈ വിദഗ്ധ സമിതിയുമായി ഇരുന്നു. അത് പല പ്രാവശ്യം സുമയായി വിളിച്ചു, അത് അവിടെ വന്ന് ഇരിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ആ ഇരിക്കുന്ന അതായത് ഈ തെറ്റ് ചെയ്ത ഡോക്ടർ അടക്കമുള്ള ആളുകളാണ് ഈ വിദഗ്ധ സമിതിയിലുണ്ട് എന്നത് നമ്മൾ പിന്നീടാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും, അതായത് ഈ വിദഗ്ധ സമിതി കൂടിയിട്ടുണ്ടെങ്കിൽ ഇത്ര 2 വർഷം കഴിഞ്ഞല്ലോ, എന്താണ് ഇവിടെ ചെയ്തത്? 2 വർഷം കഴിഞ്ഞു. ഈ ഇപ്പോൾ റിപ്പോർട്ട് വന്നു. ഈ റിപ്പോർട്ട് അവർ പറഞ്ഞു 2023 ശേഷം ഒരു ചികിത്സയും ചെയ്തിട്ടില്ലെന്ന് പറയുന്നുണ്ട്. എന്നാൽ അതിനുശേഷം ചെയ്തിട്ടുള്ള, അതായത് ഈ രാജീവ് കുമാർ ഡോക്ടർ തന്നെയാണ് 2023 ശേഷം 2024 ഇതാ ഈ 2025 അടക്കമുള്ള മാസങ്ങളിൽ പല പ്രാവശ്യമായിട്ട് സുമയ്യക്ക് പല ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചികിത്സ നടത്തിയത്. പിന്നെ എന്താണ് ഈ റിപ്പോർട്ടിൽ 2021 ശേഷം സർജറിക്ക് ഒരു പ്രശ്നമില്ല എന്ന രീതിയിലാണ് ഈ റിപ്പോർട്ടിൽ കൊടുത്തത്. ഇത് വെറും വ്യാജമാണ്. ഇത് ഓപ്പറേഷന് മുമ്പ്, അതായത് സർജറിക്ക് മുമ്പ്, നമുക്കറിയാം ഈ ഡോക്ടർ ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഒരു ഡോക്ടറാണ്, ആ ഡോക്ടർ പുറത്ത് കൺസൾട്ടിങ് നടത്തുകയാണ്. അതായത് വരുന്ന രോഗികളിൽ നിന്നും പൈസ വാങ്ങിച്ചിട്ട് അത് എളുപ്പത്തിൽ, അതായത് പറഞ്ഞ ഓപ്പറേഷൻ തീയതി പെട്ടെന്ന് കിട്ടുവാനും ഇതിന് കൂടുതൽ സജ്ജീകരിക്കുന്നുവെന്ന് ആളുകളുടെ ഒരു വിശ്വാസത്തിന് പ്രകടന ആളുകൾ അവിടെ പോകുന്നുണ്ട്. അതിനുവേണ്ടി പൈസ വാങ്ങിച്ചുകൊണ്ട് രണ്ടാമത് ഈ പ്രശ്നം സുമയ്യ അവിടെ പോയിരുന്നു. രണ്ടാമത് ഈ പ്രശ്നം ഉണ്ടാകും, അതായത് ഇത് പരാതി കൊടുക്കും എന്ന രീതിയിലായപ്പോൾ ഇതിൻ്റെ എക്സ്റേ എടുക്കുന്നതിന് വേണ്ടി ശ്രീചിത്രയിൽ പോവുകയും ശ്രീചിത്രയിൽ പോയ സമയത്ത് എക്സ്റേ എടുക്കുന്നതിന് വേണ്ടി പൈസ കൊടുത്തതും ഈ രാജീവ് കുമാർ ഡോക്ടറാണ്. പണം നൽകിയിട്ടുണ്ട്. പണം നൽകിയതിലുപരി ആ ഡോക്ടർ തന്നെയാണ് സുമയ്യക്ക് പൈസ അയച്ചു കൊടുത്തിട്ട് ഇത് എക്സ്റേ എടുക്കണം. വീഴ്ച സംഭവിച്ചതിന് ശേഷം ഈ ഡോക്ടർ പൈസ എക്സ്റേ എടുക്കാൻ കൊടുത്തിട്ടുണ്ട്. സ്ഥിരം ഇത് പോകുമ്പോൾ 4000, 2000, 4000, 1000 ഇങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ട്. സംസാരിക്കാൻ കുട്ടിക്ക് ഒരു ഇതുണ്ട്, ബുദ്ധിമുട്ടാണ്. ഇതിലെ വളരെ നൽകിയിട്ടുണ്ട്, പണം നൽകിയിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അത് ഈ പറഞ്ഞ കൺസൾട്ടിങ് പോകുമ്പോൾ 1000, 2000 ഇങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ട്. കൺസൾട്ടിങ് അതായത് പുറത്ത് നടത്തുന്നുണ്ട് ഈ വീട്ടിൽ. അതാണ് ഞാൻ പറഞ്ഞത്. ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയാണല്ലോ നമ്മൾ ഡോക്ടറെ സമീപിക്കുന്നത്. ആ ഡേറ്റ് തീരുമാനിക്കുന്നതിന് മുമ്പ് നമ്മൾ ഡോക്ടറെ കണ്ടു, വീട്ടിൽ പോയി കണ്ടു. വീട്ടിലല്ല, കൺസൾട്ടിങ് നെടുമങ്ങാട് ജംഗ്ഷനിൽ ഇദ്ദേഹത്തിന് ഒരു കൺസൾട്ടിങ് റൂമുണ്ട്. അവിടെയാണ് ഈ പറഞ്ഞ വീടല്ല, കൺസൾട്ടിങ് റൂമാണ്, പ്രൈവറ്റായിട്ട് പ്രാക്ടീസ്. അതാണ് നൽകിയിട്ടുണ്ട്. ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയാണല്ലോ നമ്മൾ അവിടെ പോയത്. അത് എളുപ്പത്തിലാക്കുന്നതിന് ശസ്ത്രക്രിയ ചെയ്യാൻ വേണ്ടിയാണ് പൈസ കൊടുത്തത്, അല്ലാതെ വേറെ നമ്മൾ ആവശ്യത്തിന് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇത് പോലീസ് കൃത്യമായി മൊഴി രേഖപ്പെടുത്തിയിട്ട് അതുമായി ബന്ധപ്പെട്ടുള്ള മുന്നോട്ട് നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് മറ്റ് സംഗതിയൊക്കെ നമുക്ക് ഈ മൊഴി FIR വന്നതിന് ശേഷം സംസാരിക്കാം. അതെ, തീർച്ചയായിട്ടും. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു ബന്ധു എന്ന നിലയ്ക്ക് എൻ്റെ പരാതി പറഞ്ഞതിന് ശേഷം ഞാൻ ഡോക്ടറെ വിളിക്കുമ്പോൾ ഡോക്ടർ ഇത് ഏറ്റുപറയുകയാണ് ചെയ്തത്. എല്ലാ മീഡിയയും കണ്ടതാണ്. ഡോക്ടർ പറയാണ് അവിടെ വീഴ്ച പറ്റി എന്ന് ഡോക്ടർ എടുത്തു പറയുകയാണ് ചെയ്തത്. എന്നിട്ട് വീഴ്ച പറ്റി എന്ന് പറഞ്ഞ ആ ഡോക്ടർ പിന്നീട് അവസാനം ഞാൻ ചോദിക്കുന്നുണ്ട്, ഡോക്ടറിനെതിരെ യാതൊരു പങ്കുമില്ല, ഡോക്ടർ പങ്കില്ല എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാണ് ചെയ്തത്.
ഒരു ഡോക്ടർ കൃത്യമായി ഓഡിയോ കോളിൽ പറയുകയാണ് ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞതാ ഇപ്പോൾ 24 മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ്. എന്താണ് ഇപ്പോഴും ആ ഡോക്ടർ കൺസൾട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ജനറൽ ഹോസ്പിറ്റലിൽ രോഗികളെ ആളുകളെ ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു നടപടിയും ഇതുവരെ സ്വീകരിച്ചില്ല. അതോടൊപ്പം തന്നെയാണ് പരാതി കൊടുത്ത് ഇത്രയും സമയമായിട്ട് ആരോഗ്യ വകുപ്പിൽ നിന്ന് പോലും എന്താണ് പ്രശ്നമെന്ന് പോലും ചോദിക്കാനുള്ള ഒരു മര്യാദ പോലും കാണിച്ചിട്ടില്ല. എന്തായാലും ഗുരുതരമായ ആരോപണങ്ങളാണ് യുവതി ഈ ജനറൽ ആശുപത്രിയിലെ ഡോക്ടർ രാജീവിനെതിരെ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിലുള്ള നടപടികൾ ഈയൊരു ഉദ്യോഗസ്ഥനെതിരെ സ്വീകരിക്കണം എന്നതടക്കമുള്ള ആവശ്യങ്ങളാണ് യുവതി പറയുന്നത്. എന്തായാലും ആരോഗ്യമന്ത്രിയും ബന്ധപ്പെട്ട അധികൃതരും ഈ വിഷയത്തിൽ കൃത്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് തന്നെ വിശ്വസിക്കാം. ക്യാമറമാൻ അനിൽകുമാറിനൊപ്പം അനശ്വര, വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.